വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സംവിധായകൻ ദീപൻ അന്തരിച്ചു. വൃക്കരോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. പുതിയ മുഖം, ലീഡർ, ഡി കമ്പനി തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, മറ്റു വിവരങ്ങൾ കൂടി. ഇന്ന് രാവിലെ 10:57 സംവിധായകൻ ദീപന്റെ അന്ത്യം സംഭവിക്കുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ഉണ്ടായത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 26 അദ്ദേഹത്തിന് അസുഖം ബാധിച്ചതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ അസുഖം മോഷ്ടിക്കുകയും 10:57 അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. മരണസമയത്ത് ദീപന്റെ അമ്മയും ഭാര്യയും അടക്കമുള്ള അടുത്ത ബന്ധുക്കളും ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. 47 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. 7 ചിത്രങ്ങൾ ദീപൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. ജയറാം നായകനായ സത്യ എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അസുഖം ബാധിതനാവുകയും ഇപ്പോൾ അന്ത്യം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. നാളെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നാളെ തിരുവനന്തപുരത്തായിരിക്കും സംസ്കാരം എന്നാണ് അറിയുന്നത്. തിരുവനന്തപുരത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല, അതുകൊണ്ട് തന്നെ അവിടെ ആയിരിക്കും സംസ്കാരം എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്ത് CA വിദ്യാർത്ഥിയായ മിഷേൽ ഷാജിയുടെ മരണം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരാതി സ്വീകരിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായോ എന്നും പരിശോധിക്കും. ഇത്തരം സംഭവങ്ങളിൽ പ്രതികൾ എത്ര ഉന്നതരായാലും പിടികൂടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങളെ ആത്മഹത്യയാക്കാൻ പോലീസ് ശ്രമിക്കുന്നതായി പ്രതിപക്ഷം ആരോപിച്ചു. എറണാകുളം പിറവത്ത് CA വിദ്യാർത്ഥിയായ മിഷേൽ ഷാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് മാർച്ച് 6 ബന്ധുക്കൾ പരാതി നൽകിയത്. പരാതി സ്വീകരിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. നിലവിൽ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന കേസ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെക്കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ ഉള്ള റിപ്പോർട്ട് അനുസരിച്ച് 6 മാത്രമേ എത്തിയിട്ടുള്ളൂ. ഈ കാര്യമടക്കം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന നില സ്വീകരിക്കാം. ഇത്തരം സംഭവങ്ങളിൽ പ്രതികൾ എത്ര ഉന്നതരായാലും പിടികൂടും. പോലീസിൽ നിന്നും ലാഘവത്വമുണ്ടായാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി മറുപടിയിൽ വ്യക്തമാക്കി. എന്നാൽ മിഷേലിന്റേത് ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതായി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ അനൂപ് ജേക്കബ് ആരോപിച്ചു. പരാതി സ്വീകരിക്കുന്നതിൽ പോലും എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ പോലീസുകാരിൽ നിന്നും വീഴ്ചയുണ്ടായി എന്നും അദ്ദേഹം ആരോപിച്ചു. സാർ, 5 വൈകിട്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കളും ഈ കുട്ടിയുടെ ഹോസ്റ്റലിലെ സിസ്റ്റേഴ്സും ഈ സെൻട്രൽ സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുന്നു. 18 വയസ്സായ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള പരാതിയാണ് സാർ അവിടെ ഇവരുടെ മാതാപിതാക്കൾ മുമ്പോട്ട് വെച്ചത്. അവിടെയാണ് പോലീസ് പറഞ്ഞത് നിങ്ങൾ പോയി രാവിലെ വരൂ. സാർ, ഇതാണോ സാർ ഇവിടുത്തെ പോലീസിന്റെ ശുഷ്കാന്തി? ഇങ്ങനെയാണോ സാർ ഒരു പോലീസ് പ്രവർത്തിക്കേണ്ടത്? പിറ്റേ ദിവസം 6 തീയതിയാണ് ഈ കേസ് അവര് രജിസ്റ്റർ ചെയ്യുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ കൊടുത്തു എന്ന് അവർ തന്നെ എന്നോട് പറയുകയുണ്ടായി. പക്ഷെ പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൈപ്പറ്റുന്നത് ഇന്നലെയാണ് സാർ. ഇന്നലെയാണ് പോലീസ് കൈപ്പറ്റുന്നത്. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചു. സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങൾ ആത്മഹത്യയാക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്നും എസ് ഷീജ. കൊച്ചിക്കായലിൽ CA വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ പെൺകുട്ടിയെ ശല്യം ചെയ്തിരുന്ന അയൽവാസിയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. പെൺകുട്ടിയെ ശല്യം ചെയ്യുന്ന തരത്തിൽ SMS-കൾ അയച്ചിരുന്നതായി അയൽവാസി മൊഴി നൽകിയെന്നാണ് സൂചന. ഉമേഷ് തരും കൂടുതൽ വിവരങ്ങൾ. ഉമേഷ്, ചോദ്യം ചെയ്യൽ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? എന്തെങ്കിലും നിർണായക വിവരങ്ങൾ ഇയാളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? അഞ്ജു, ഈ CA വിദ്യാർത്ഥിനിയുടെ പരിചയമുള്ള യുവാവിനെയാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരുന്നത്. ഇയാൾ അയൽവാസിയാണ്. ഇയാൾ ഛത്തീസ്ഗഡിലാണ് ജോലി ചെയ്യുന്നത് എന്നാണ് പോലീസ് പറഞ്ഞത്. എന്നാൽ ഇയാൾ നിരന്തരം ഈ പെൺകുട്ടിയെ ശല്യം ചെയ്തിരുന്നു. ഫോണിൽ വിളിച്ചും SMS അയച്ചും എല്ലാം ശല്യം ചെയ്തിരുന്നതായി ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചതെന്നും പോലീസിന് വ്യക്തമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പോലീസ് കണ്ടെത്തിയ കാര്യങ്ങൾ, അതായത് ഈ പെൺകുട്ടിയെ കഴിഞ്ഞ 6 മാസമായി നിരന്തരം ശല്യം ചെയ്യുന്നു എന്ന കാര്യം ഈ യുവാവ് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. എന്നാൽ ഈ പെൺകുട്ടിയുടെ മരണവുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഇയാൾക്കുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കാരണം ഇത് ആത്മഹത്യയാണ് എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് അത്തരത്തിലാണ് വെള്ളം കുടിച്ച് മരിച്ചു, മുങ്ങി മരിച്ചു എന്ന തരത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുള്ളത്. ശരീരത്തിലോ മറ്റ് മുറിവുകളോ പാടുകളോ ഒന്നും തന്നെ ശരീരത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ തന്നെയും അത് പൂർണ്ണമായി പോലീസ് വിശ്വസിച്ചിട്ടില്ല. കാരണം
ഏതെങ്കിലും തരത്തിൽ ആസൂത്രണം നടന്നിട്ടുണ്ടോ, ആസൂത്രണത്തിന്റെ ഭാഗമായാണോ, ഏതെങ്കിലും തരത്തിൽ ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യമെല്ലാം തന്നെ വിശദമായി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതുകൂടാതെ CCTV ദൃശ്യങ്ങളിൽ ഈ പെൺകുട്ടിയെ രണ്ടുപേർ പിന്തുടരുന്നതായുള്ള സൂചനയും അതിന്റെ ദൃശ്യവും പോലീസിന് ലഭിച്ചിരുന്നു. അത് യാദൃശ്ചികമായി രണ്ടുപേർ ആ സമയത്ത് അതുവഴി പോയതാണോ അതോ ഈ കേസുമായി ബന്ധമുള്ളവരാണോ എന്നും പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. ആത്മഹത്യയാണ് എന്ന പ്രാഥമിക നിഗമനത്തിലെത്തിയെങ്കിലും ഇതിന്റെ മുഴുവൻ സാധ്യതകളെയും മരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ യുവാവിനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു വരുന്നത്. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതികളിൽ നിർവഹണം തുടങ്ങിയതിന്റെ ഫണ്ട് അടുത്ത വർഷത്തേക്ക് കൂടി നൽകുമെന്ന് ധനമന്ത്രി ഡോക്ടർ TN തോമസ് ഐസക് നിയമസഭയെ അറിയിച്ചു. സ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമ കേസുകളിൽ 7152 എണ്ണത്തിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതായി ഒരു ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു. പോലീസ് സേനയുടെ അംഗബലം വർദ്ധിപ്പിക്കാനുള്ള പ്രപ്പോസൽ സർക്കാരിന്റെ പരിഗണനയിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതികളിൽ നിർവഹണം തുടങ്ങിയവയുടെ ഫണ്ട് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിനാൽ തുടർന്ന് ലഭിക്കില്ല എന്ന ആശങ്ക വേണ്ടെന്നും മുഴുവൻ പണവും അടുത്ത വർഷത്തേക്ക് കൂടി നൽകുമെന്നും ധനമന്ത്രി ചോദ്യോത്തരവേളയിൽ സഭയെ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതിയിലെ പ്രൊജക്റ്റുകൾ ഈ വർഷം പൂർത്തീകരിച്ചില്ലെങ്കിലും പൂർണ്ണമായിട്ട് അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യുന്നതിനുള്ള അനുവാദം നൽകുന്നതാണ്. പോലീസ് സേനയുടെ അംഗബലം വർദ്ധിപ്പിക്കാനുള്ള പ്രപ്പോസൽ സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി ഒരു ചോദ്യത്തിന് മറുപടിയായി സഭയെ രേഖാമൂലം അറിയിച്ചു. സംസ്ഥാനത്ത് ATM കൗണ്ടറുകളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ സൈബർ ക്രൈംസ് പ്രത്യേക വിഭാഗം തുടങ്ങുന്നത് പരിശോധിച്ചു വരികയാണ്. പോലീസിൽ 2603 ഡ്രൈവർ തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നു. കുടുംബ കോടതികളിൽ 2016 വരെയുള്ള കണക്ക് പ്രകാരം 57,921 കേസുകൾ നിലവിലുണ്ടെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. 2015-16 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്ത് 29,554.07 കോടി രൂപയുടെ സ്വർണം വിറ്റതായും ഇതിലൂടെ സർക്കാരിന് നികുതി ഇനത്തിൽ 541.70 കോടി രൂപ ലഭിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഒരു ചോദ്യത്തിന് മറുപടിയായി രേഖാമൂലം സഭയെ അറിയിച്ചു. കാരുണ്യ ബെനവലന്റ് ഫണ്ട് പ്രകാരം 2016-17 സാമ്പത്തിക വർഷം ഫെബ്രുവരി മാസം വരെ 311.31 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്നും സംസ്ഥാനത്ത് ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായും മന്ത്രി KK ശൈലജ ടീച്ചർ പറഞ്ഞു. സംസ്ഥാനത്ത് IAS-കാരുടെ 231 തസ്തികകളിൽ 86ഉം IPS-കാരുടെ 172 തസ്തികകളിൽ 52ഉം IFS-കാരുടെ 107 തസ്തികകളിൽ 42ഉം ഒഴിവുണ്ടെന്ന് മുഖ്യമന്ത്രി സഭയിൽ രേഖാമൂലം വ്യക്തമാക്കി. നിയമസഭയിൽ നിന്ന് സുനിൽ അരുമാനൂർ. മണിപ്പൂരിൽ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിനെ ക്ഷണിച്ചു. 18-ന് മുമ്പ് ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. ഗോവയിൽ മുഖ്യമന്ത്രിയായി മനോഹർ പരീക്കർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. UP-യിലും ഉത്തരാഖണ്ഡിലും മുഖ്യമന്ത്രി പ്രഖ്യാപനം നാളെയുണ്ടാവും. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുകയാണ്. മനു, ഏറെ കരുനീക്കങ്ങൾക്കൊടുവിൽ മണിപ്പൂരിൽ കോൺഗ്രസിന് തന്നെ നറുക്കുവീണിരിക്കുകയാണോ? ഗവർണറുടെ നിലപാട് അത് എത്രത്തോളം നിർണായകമാകും? എന്തായാലും മണിപ്പൂരിലെ രാഷ്ട്രീയ സസ്പെൻസ് തുടരുകയാണ്. ഗവർണർ നജ്മ ഹെപ്തുള്ള ഇപ്പോൾ കോൺഗ്രസിനെ സർക്കാർ രൂപീകരണത്തിന് ക്ഷണിച്ചിരിക്കുകയാണ്. ഈ ശനിയാഴ്ചക്കകം സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി മണിപ്പൂരിൽ കോൺഗ്രസ് ആയിരുന്നു. 28 MLA-മാരാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. BJP-ക്ക് 21 MLA-മാരും. എന്നാൽ 4 MLA-മാർ വീതമുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടിയും നാഗാലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടും കഴിഞ്ഞ ദിവസം BJP-ക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചു. ഒരു സ്വതന്ത്ര MLA-യും തങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് BJP അവകാശപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഗവർണർ നജ്മ ഹെപ്തുള്ളയെ കണ്ട് BJP സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചത്. പക്ഷേ ഇതിനു പിന്നാലെ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇബോബി സിംഗ്, മുൻ മുഖ്യമന്ത്രി ഇബോബി സിംഗ് തന്നെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ കോൺഗ്രസിനെയാണ് സർക്കാർ രൂപീകരിക്കാൻ ആദ്യം ഗവർണർ ക്ഷണിക്കേണ്ടത്, ഈ ഭരണഘടനാപരമായ ഒരു സാധ്യത ഗവർണർ വിനിയോഗിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ ഇബോബി സിംഗ് രാജ്ഭവനിലെത്തി ഗവർണർ നജ്മ ഹെപ്തുള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇതിനുശേഷമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസിനോട് തന്നെ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനുള്ള ഒരു ഭരണഘടനാപരമായ സാധ്യത ഇപ്പോൾ ഗവർണർ മുന്നോട്ട് വച്ചത്. ഇതിനെ തുടർന്ന് ശനിയാഴ്ചക്കകം സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുകയാണ് ഇനി കോൺഗ്രസിന് മുന്നിലെ വെല്ലുവിളി. സാധാരണഗതിയിൽ ലോക് ജനശക്തി പാർട്ടിക്ക് ഒരു MLA ഉണ്ട്, കൂടാതെ ഒരു സ്വതന്ത്ര MLA. ഈ 2 MLA-മാർ പിന്തുണച്ചാലും 30 MLA-മാർ അടുത്തേ കോൺഗ്രസിന് എത്തിക്കാനാവുകയുള്ളൂ. 31 MLA-മാർ
ആരെങ്കിലും കേവല ഭൂരിപക്ഷത്തിന് വേണം. അതിനാൽ തന്നെ നാഗാലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട്, നാഷണൽ പീപ്പിൾസ് പാർട്ടി, ഈ രണ്ട് പാർട്ടികളും NDAയുടെ സഖ്യകക്ഷി കൂടിയാണ്. ഈ രണ്ട് പാർട്ടികളിൽ ഏതെങ്കിലും ഒരു MLA ഇനി കോൺഗ്രസിനെ പിന്തുണയ്ക്കുമോ എന്നതാണ് നിർണായകമാവുക. അതിനാൽ തന്നെ രാഷ്ട്രീയ നാടകം അവസാനിച്ചു എന്ന് പറയാനാവുകയില്ല. ശനിയാഴ്ച സഭയിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം തെളിയിക്കാനാകുമോ എന്നാണ് അറിയേണ്ടത്. സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനായില്ലെങ്കിൽ കോൺഗ്രസ് വീണ്ടും കൂടുതൽ ദുർബലമാകുന്നതിലേക്കും BJPക്ക് വീണ്ടും ഒരു അവസരം തുറക്കുന്നതിലേക്കും മണിപ്പൂർ വഴിവെക്കും. അങ്ങനെയെങ്കിൽ വടക്കുകിഴക്കൻ മേഖലയിൽ അസമിന് ശേഷം മണിപ്പൂരിൽ കൂടി BJP സ്വാധീനം ഉറപ്പിക്കും, ഭരണം ഉറപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടി കടന്നുവരും. അതേസമയം ഗോവയിൽ സർക്കാർ രൂപീകരണത്തിന് ഗവർണർ മനോഹർ പരീക്കറെ ക്ഷണിച്ചു കഴിഞ്ഞു. എത്രയും വേഗം സത്യപ്രതിജ്ഞ ചെയ്യൂ എന്നൊരു നിർദ്ദേശമാണ് BJP കേന്ദ്ര നേതൃത്വം പരീക്കർ മുമ്പാകെ വച്ചിരിക്കുന്നത്. അതിനാൽ ചൊവ്വാഴ്ച വൈകിട്ടോടുകൂടി തന്നെ ഗോവ മുഖ്യമന്ത്രിയായി മനോഹർ പരീക്കർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിരോധ മന്ത്രിസ്ഥാനം കഴിഞ്ഞ ദിവസം തന്നെ മനോഹർ പരീക്കർ രാജിവെക്കുന്നതായുള്ള കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറിയിരുന്നു. അതേസമയം ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും മുഖ്യമന്ത്രിമാർ ആര് എന്നത് സംബന്ധിച്ചുള്ള തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. രണ്ട് പ്രമുഖ പേരുകളാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നത്. ഒന്ന് കേശവ് പ്രസാദ് മൗര്യ, പിന്നോക്ക വിഭാഗ നേതാവും നരേന്ദ്രമോദി പോലെ തന്നെ ഈ ചായക്കടയും മറ്റു പശ്ചാത്തലവും ഒക്കെ ഉള്ള ഒരു നേതാവാണ് കേശവ് പ്രസാദ് മൗര്യ. കേശവ് പ്രസാദ് മൗര്യയോ അതോ സവർണ വിഭാഗത്തിന്റെയും RSS നേതാവ് കൂടിയായ ദിനേശ് ശർമ്മയോ കേന്ദ്ര നേതൃത്വം ശുപാർശ ചെയ്യാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഇന്ന് ഹോളിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നാളെ സംസ്ഥാനത്തെ നിയമസഭാ കക്ഷി യോഗം ചേരും. കേന്ദ്ര നേതൃത്വം ശുപാർശ ചെയ്യുന്ന പേര് നാളെ നിയമസഭാ കക്ഷി യോഗം അംഗീകരിക്കുകയും പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനം ആർക്ക് എന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്യും. എന്തായാലും 5 സംസ്ഥാനങ്ങളിൽ 3ഇടത്ത് BJP ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. മണിപ്പൂരിലെ സസ്പെൻസ് തുടരുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ചത്തെ സഭയിലെ ഭൂരിപക്ഷം തെളിയിക്കലാണ് ഇനി ഏറ്റവും വലിയ വെല്ലുവിളി. അഞ്ജു. ശരി, മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ രഹസ്യ വിചാരണയ്ക്ക് തീരുമാനം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഉമേഷ് തരും കൂടുതൽ വിവരങ്ങൾ. ഉമേഷ്, ഇന്ന് വിചാരണ ആരംഭിക്കാൻ, സാക്ഷി വിസ്താരം ആരംഭിക്കാനിരിക്കെയാണ് കോടതിയുടെ ഈ ഒരു നിർണായക തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇത്തരം ഒരു തീരുമാനത്തിന് പിന്നിൽ? മറ്റു വിവരങ്ങൾ കൂടി. അഞ്ജു, ഇന്നാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജിഷ കേസിന്റെ സാക്ഷി വിസ്താരം തുടങ്ങാനിരുന്നത്. കോടതി തുടങ്ങിയ ഉടൻ തന്നെ ഈ കേസിൽ രഹസ്യ വിചാരണ നടത്തുകയല്ലേ ഉചിതം എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ഇതിനെ പ്രോസിക്യൂഷൻ അനുകൂലിച്ചു, എന്നാൽ പ്രതിഭാഗം എതിർക്കുകയാണ് ഉണ്ടായത്. ഈ എതിർപ്പിനെ കാര്യമാക്കാതെയാണ് കോടതി ഇത്തരത്തിൽ രഹസ്യ വിചാരണ തന്നെയാണ് ഉചിതം എന്ന് കണ്ടുകൊണ്ട് രഹസ്യ വിചാരണയ്ക്ക് വേണ്ടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇന്ന് കേസിലെ ഒന്നാം സാക്ഷിയും ജിഷയുടെ വീട് നിൽക്കുന്ന പ്രദേശത്തെ വാർഡ് മെമ്പറുമായ അനസിനെയാണ് ഇന്ന് സാക്ഷിയായി വിസ്തരിക്കുന്നത്. ഈ കേസിലെ ഒന്നാം സാക്ഷിയാണ് അനസിനെയാണ് ഇന്ന് വിസ്തരിക്കുക. നാളെ ജിഷയുടെ അമ്മ രാജേശ്വരിയെയും വിസ്തരിക്കും. തുടർന്നുള്ള ദിവസങ്ങളിലും ഇത്തരത്തിൽ 2 പേരെ വീതം വെച്ചാണ് വിസ്തരിക്കുക. ഏപ്രിൽ 5 വരെയുള്ള ആദ്യഘട്ടത്തിൽ 21 പേരെ സാക്ഷികളായി വിസ്തരിക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. മൊത്തം 195 സാക്ഷികൾ ഉണ്ട്. ഇത്തരത്തിൽ തുറന്ന കോടതിയിൽ വിചാരണ നടത്താനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും രഹസ്യ വിചാരണയല്ലേ ഉചിതം എന്ന് കണ്ടുകൊണ്ട് കോടതി തന്നെ സ്വമേധയാ അത്തരത്തിലൊരു തീരുമാനം എടുക്കുകയായിരുന്നു. അഞ്ജു. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ജിഷ വധക്കേസിൽ രഹസ്യ വിചാരണയ്ക്ക് തീരുമാനമായിരിക്കുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് തീരുമാനം. നടിയെ ആക്രമിച്ച കേസിൽ പ്രതികളായ പൾസർ സുനി, വിജീഷ് എന്നിവരുടെ ജാമ്യാപേക്ഷ ആലുവ കോടതി ഇന്ന് പരിഗണിക്കും. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കണമെന്നാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യം. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കും. വാളയാറിൽ പീഡനത്തിനിരയായ സഹോദരിമാർ മരിച്ച കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാനായി പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. റിമാൻഡിലുള്ള 4 പ്രതികളെ വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. കുട്ടികളുടെ വീട്ടുകാരിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നും വിവരശേഖരണം തുടരുകയാണ്. പാലക്കാട് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി MJ സോജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 4 പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും മരണത്തിലെ ദുരൂഹത തുടരുകയാണ്. തിരികെ വാർത്തകളിലേക്ക്. മംഗളൂരു MV ഷെഡ്ഡി കോളേജ് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൽ വിദ്യാർത്ഥി സമരം അനിശ്ചിതമായി തുടരുന്നു. ഇന്റേണൽ അസസ്മെന്റിന്റെ പേരിൽ വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ തോൽപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഏറെ മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ കോളേജിൽ സമരം നടക്കുന്നത്. തോൽവിക്കിരയായ കോഴിക്കോട്ടുകാരിയായ വിദ്യാർത്ഥിനി കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു.
8 സെമിസ്റ്ററുകളിലായി 4 വർഷം ദൈർഘ്യമുള്ള ഡിഗ്രി കോഴ്സാണ് BSc സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. മംഗളൂരിലെ MV ഷെട്ടി കോളേജിൽ ഈ കോഴ്സിൽ 200ഓളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ബഹുഭൂരിപക്ഷവും മലയാളികളായ പെൺകുട്ടികളാണ് വിദ്യാർത്ഥികൾ. ഒരു സെമസ്റ്ററിന് 70,000-ഓളം രൂപയാണ് ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ പഠന ചെലവ്. മാനേജ്മെന്റും ഒരു വിഭാഗം അധ്യാപകരും ചേർന്ന് വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ ഇന്റേണൽ അസസ്മെന്റിൽ തോൽപ്പിക്കുന്നതായാണ് വിദ്യാർത്ഥികളുടെ പരാതി. ഇങ്ങനെ തോൽപ്പിക്കപ്പെടുന്നവർക്ക് ഒരു വർഷം നഷ്ടമാകും. കഴിഞ്ഞ വർഷം 8ഉം ഈ വർഷം 7ഉം വിദ്യാർത്ഥികളെയാണ് ഇന്റേണൽ അസസ്മെന്റിൽ തോൽപ്പിച്ചത്. തോൽപ്പിക്കലിന് വിധേയയായ കോഴിക്കോട് സ്വദേശിനിയായ വിദ്യാർത്ഥിനി ഹോസ്റ്റലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചതോടെയാണ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം തുടങ്ങിയത്. SFI വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ പരാതിയിൽ മംഗളൂരു പോലീസ് FIR രജിസ്റ്റർ ചെയ്തെങ്കിലും തുടർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം മംഗളൂരു സർവകലാശാല രജിസ്ട്രാർ കോളേജിലെത്തി വിദ്യാർത്ഥികളിൽ നിന്നും തെളിവെടുപ്പ് നടത്തി. സർവകലാശാല അധികൃതരിൽ നിന്നും നീതിപൂർവമായ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാലക്കാട് സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായ ചിറ്റൂർ സ്വദേശി ആത്മഹത്യ ചെയ്ത സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സംഭവത്തിൽ പിടിയിലായ യുവതിയുടെ സുഹൃത്ത് ഷിബുവിനെ റിമാൻഡ് ചെയ്തു. അതേസമയം ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്ന് പാലാന ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം ഷിബു വാഗ്ദാനത്തിൽ നിന്നും പിന്മാറിയതാണ് യുവതിയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തൽ. പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സായിരുന്ന 20-കാരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയായെന്ന് തെളിഞ്ഞിരുന്നു. ആത്മഹത്യ സംബന്ധിച്ച് ബന്ധുക്കളാരും പരാതിയും നൽകിയിരുന്നില്ല. ഷീനയുടെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് സുഹൃത്തും അയൽവാസിയുമായ ഷിബുവിലേക്ക് പോലീസ് എത്തിയത്. വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയതോടെ ഷിബുവും ഷീനയുടെ ബന്ധുക്കളും തമ്മിൽ വഴക്കുണ്ടായെന്ന് പോലീസ് പറഞ്ഞു. ഇതോടെ കഴിഞ്ഞ ഫെബ്രുവരി 21-ന് ഷീന തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. ഷിബുവിനെതിരെ ലൈംഗിക പീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. 2016 ഡിസംബറിൽ എക്സ്റേ ടെക്നീഷ്യനായ യുവതി ആത്മഹത്യ ചെയ്തിരുന്നു. ഇവരുടെ കുടുംബവും പോലീസിൽ പരാതി നൽകിയിട്ടില്ല. ഈ മാസം തന്നെ ഒരാഴ്ചക്കിടെ 2 ജീവനക്കാരികൾ ആത്മഹത്യാ ശ്രമവും നടത്തി. ദുരൂഹ മരണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ സമരത്തിലാണ്. വീട്ടുകാരുടെ പരാതി ലഭിച്ചില്ലെങ്കിലും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന പരിശോധനയിലാണ് പോലീസ്. ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള നിയമസഭയുടെ മൊബൈൽ ആപ്ലിക്കേഷന്റെ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കടലാസ് രഹിത നിയമസഭ എന്ന ആശയത്തിന്റെ ചവിട്ടുപടിയായാണ് മൊബൈൽ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത്. നിയമസഭയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ, ബില്ലുകൾ, ബജറ്റ് തുടങ്ങിയ വിശദാംശങ്ങൾ നിയമസഭാ സാമാജികർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ലഭ്യമാക്കും. സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, മന്ത്രി AK ശശീന്ദ്രൻ തുടങ്ങിയവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. കോഴിക്കോട് ചാലിയ മത്സ്യവിപണന കേന്ദ്രത്തിൽ തീപിടുത്തം. രാത്രി 10 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. വലയും മറ്റ് മത്സ്യബന്ധന ഉപകരണങ്ങളും സൂക്ഷിക്കുന്ന ഷെഡിലാണ് ആദ്യം തീ പടർന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കിയതായി ആണ് വിവരം. 5 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം കണക്കാക്കപ്പെടുന്നു. സമീപത്ത് മത്സ്യം കൊണ്ടുപോകുന്ന വാഹനങ്ങളും വനഭൂമിയും ഉള്ളത് തീ പടരുമെന്ന ആശങ്ക വർദ്ധിപ്പിച്ചു. സംഘപരിവാർ സദാചാര ഗുണ്ടായിസത്തിനെതിരെ ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ ഒരുക്കി. നമ്മൾ ഒന്നിച്ചിരിക്കണം എന്ന മുദ്രാവാക്യമുയർത്തി ആലപ്പുഴ ബീച്ചിൽ നടന്ന പ്രതിഷേധ സംഗമം പ്രമുഖ തിരക്കഥാകൃത്ത് ചെറിയാൻ കൽപ്പകവാടി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനസ് അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്ത ജെറോം, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി മനു സി പുളിക്കൽ തുടങ്ങിയ നിരവധി പ്രമുഖർ പങ്കെടുത്തു. കിണറുകളിലെ ആസിഡ് മാലിന്യങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന തൃശൂർ മരിയാപുരം സ്വദേശികൾ സ്വർണ്ണാഭരണ നിർമ്മാണശാലയ്ക്ക് മുമ്പിൽ ഉപരോധ സമരം ആരംഭിച്ചു. പ്രദേശവാസികളിൽ രോഗങ്ങൾ പടരുന്ന സ്ഥാപനം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. 100-ലേറെ കുടുംബങ്ങളുടെ ജലസ്രോതസ്സുകളാണ് ആഭരണ നിർമ്മാണശാലയുടെ പ്രവർത്തനം മൂലം മലിനമാക്കപ്പെട്ടത്. വേനലെത്തിയതോടെ വെള്ളമില്ലാതെ സംസ്ഥാനമൊട്ടാകെ വരൾച്ച ബാധിച്ച കാലത്ത് കിണറുകളിൽ സമൃദ്ധമായുള്ള ജലം ഉപയോഗിക്കാനാവാത്ത അവസ്ഥയിലാണ് തൃശൂർ മരിയാപുരം ഗ്രാമവാസികൾ. ആസിഡ് മാലിന്യങ്ങൾ മൂലം ഉപയോഗയോഗ്യമല്ലെന്ന സർക്കാർ ഏജൻസികൾ ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയപ്പോൾ മാത്രമാണ് ജനങ്ങൾ അപകടം തിരിച്ചറിഞ്ഞത്. 1.5 കിലോമീറ്റർ ചുറ്റളവിലെ വെള്ളത്തിന്റെ pH മൂല്യം 5-ൽ താഴെയാണ്. കിണർ വെള്ളത്തിന്റെ ഉപയോഗം പ്രദേശവാസികൾക്ക് മാറാരോഗങ്ങളാണ് സമ്മാനിച്ചത്. അസ്വസ്ഥതകൾ, ചൊറിച്ചിൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. വെള്ളം നനച്ചാൽ മതി, അപ്പോൾ കൈ ചൊറിച്ചിൽ സ്റ്റാർട്ട് ചെയ്യും.
നാവ് പൊള്ളുന്നൊരവസ്ഥയാണ് വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നാവുമ്പോൾ തൊലി പോകുന്നതാണെന്ന് വെച്ച് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു അല്ല, ഇത് വെള്ളം ചെന്നതിന് ശേഷം വരുന്നതാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും ഹൈക്കോടതിയുടെയും നിർദ്ദേശം ഉണ്ടായിട്ടും സ്ഥാപനത്തിന്റെ പ്രവർത്തനാനുമതി റദ്ദാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ സമരത്തിലേക്ക് നീങ്ങിയത്. പ്രതിഷേധത്തെ വകവയ്ക്കാതെ മാലിന്യമൊഴുക്കൽ തുടരുന്ന കമ്പനി അടച്ചുപൂട്ടുന്നതുവരെ സമരം തുടരാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ.